താക്കോൽ ഓണാക്കി. ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ വൈറ്റ് ലൈറ്റ്. സെക്കൻഡ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഡിമ്മേ നിൽക്കുകയാണ്. പിന്നെ തേർഡ് ഫ്രണ്ടിലാന്ന് തോന്നുന്നു കേട്ടോ. തേർഡ് ഫ്രണ്ടിൽ ഈ പുള്ളീൻ്റെ വണ്ടിയല്ല, ക്യാമറ കണ്ടപ്പോൾ വന്ന് എന്നെ ഇറക്കി വിടുവാണ്. ആണ്ടാ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, ലവ് ചിഹ്നവും കാര്യങ്ങളും. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഫോം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ സ്റ്റാൻഡിൽ ഒരാൾ വാടകയ്ക്ക് വണ്ടി ഓടുന്നത്, ചാക്കോൻ്റെ വണ്ടി. ഈ വണ്ടീൻ്റെ വിശേഷങ്ങൾ കാണിച്ചു പോകാനാണ്. വണ്ടി ഒരുപാട് മോഡിഫൈഡ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ ഇതേപോലെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ സംഭവം തന്നെയാണ്. ടൗണിലെ വണ്ടി, ടൗൺ പെർമിറ്റ് ഇല്ല, പഞ്ചായത്ത് വണ്ടിയാണ്. പെർമിറ്റ് കയറ്റിയിട്ടില്ല, പഞ്ചായത്ത് അഡ്രസ്സിലുള്ള വണ്ടിയായിരിക്കും. ഇവിടെ ടൗണിൽ കിടന്ന് ഓടുന്നതേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണിച്ചു പോവാം. വണ്ടീനെ പറ്റി അകത്തോട്ടൊക്കെ ഒന്ന് കയറി അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പോകാം. നമ്മുടെ സ്വന്തം മോട്ടോർ സ്റ്റാൻഡിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത് നിലവിൽ. വണ്ടി സ്റ്റീൽ പൈപ്പാണ് ഫുള്ള് കയറ്റിയിരിക്കുന്നത്. മേളിലും അതേപോലെ ഒരു കാരിയറും സ്റ്റീൽ പൈപ്പിൻ്റെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിൽ CNG വണ്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബാക്കിയുള്ള CNG വണ്ടികളൊന്ന് കാണിച്ചു തരാം. ഇതൊന്ന് സ്റ്റാൻഡിൽ ടേണി ഫസ്റ്റ് കിടക്കുന്നു ഒരു വണ്ടി, രണ്ടാമത്തെ വണ്ടി, മൂന്നാമത്തെ വണ്ടി, നാലാമത്തെ വണ്ടി, പിന്നെ അവിടെ ഒരെണ്ണം കിടക്കുന്ന കാണാമല്ലോ, അഞ്ചാമത്തെ വണ്ടി, പിന്നെ ചാക്കോൻ്റെ ആറാമത്തെ വണ്ടി. കൂടുതലും ഇപ്പോൾ ഇവിടെ CNG വണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും ബജാജിൻ്റെ തന്നെയാണ് കേട്ടോ. ബജാജിൻ്റെ വണ്ടിയാണ് കൂടുതലും ഇവിടെ ഓടുന്നത്. അതായത് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ബജാജിൻ്റെ വണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിലോട്ട് വരാം. നമുക്ക് വണ്ടീൻ്റെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. അകത്തോട്ട് കയറിയിട്ടുണ്ട്. സീറ്റൊക്കെ കണ്ടോ, ഒരുപാട് വർക്കൊന്നുമില്ല, ഒരു കുഷ്യനൊക്കെ ടൈപ്പ് സിമ്പിളായിട്ടുള്ള. വണ്ടീൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ സാധാരണ പോലെയൊക്കെ തന്നെ ഒരു തട്ട്, സാധാരണ രീതിയിലുള്ള തട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള സ്വിച്ചൊക്കെ വരുന്ന കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് സ്വിച്ച് വരുന്നത്. ഇവിടെ വരുന്നത് മറ്റേ നമ്മളെ സെറ്റ് വർക്കിൻ്റെ പെൻഡ്രൈവ് കുത്താനും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് വരുന്നത്. സ്വിച്ച് ഇട്ട് ഞാൻ കാണിച്ചു തരാം, ഓരോ സ്വിച്ച് ഇടുമ്പോഴുള്ള ലൈറ്റ് കത്തുന്നത്. ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലാന്ന് തോന്നുന്നു. സോറി, താക്കോൽ ഓണാക്കിയിട്ടില്ല. താക്കോൽ ഓണാക്കി. ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ വൈറ്റ് ലൈറ്റ്. സെക്കൻഡ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഡിമ്മേ നിൽക്കുകയാണ്. പിന്നെ തേർഡ് ഫ്രണ്ടിലാന്ന് തോന്നുന്നു കേട്ടോ. തേർഡ് ഫ്രണ്ടിലും ലൈറ്റ് ഉണ്ട്. അയ്യോ, കാണിച്ചു തരാം. വണ്ടി ഇറങ്ങ. ഹലോ, ഒന്ന് വീഡിയോ എടുക്കട്ടെ സാറേ. ഇത് ഈ പുള്ളിന്റെ വണ്ടിയല്ല, ക്യാമറ കണ്ടപ്പോ വന്ന് എന്നെ ഇറക്കി വിടുവാണ്. അല്ല കാക്ക എന്തേ വർക്കില്ലെന്നാ ഓട്ടോ ട്രെയിനിങ് കിടക്കുവാണല്ലോ. ഓട്ടോ ട്രെയിനിൽ കുക്കുനെ ഏൽപ്പിച്ചിരിക്കുന്നു. എടാ ലൈറ്റ് ഒന്നും ഇട്ടോ ഇതിന്റെ ഫ്രണ്ടിലാ, മേളില് സ്വിച്ച് മേളില്. ഒന്നിട്ടേ ഇട്ടെ, അടുത്തിട്ടെ, പിരികത്തിനിട്ടോ, അടുത്ത സ്വിച്ച് കൂടി ഇട്ടെ. വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴേ ആകത്തുള്ളൂ തോന്നുന്നു. ഓണല്ല, സ്വിച്ച് ഇൻഡിക്കേറ്റർ അവിടെ ഇടുന്നത്. മേളില്. ഹലോ, ഇവിടെ സ്വിച്ച്. സ്വന്തം വണ്ടിയാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വണ്ടിയത് ഓട്ടോൻ്റെ ഇപ്പോൾ ഓടുന്ന ആള് വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ റെഡിയായി. ഇവിടെ നീല കളറാണല്ലേ വരുന്നത്, അത് ഊരിയിട്ടിരിക്കുക. ഈ ഗുഡ്. അകത്ത് ഞാൻ എടുത്തടോ. കൊള്ള, എന്നാലും എത്ര രൂപ കാണോ ഏകദേശം? ഇതെല്ലാം കൂടെ പണം തന്നപ്പോഴാ. ഷോക്കും കയറ്റുണ്ടല്ലേ? വെരി ഗുഡ്. മീറ്റർ മേളിലാക്കി വെച്ചല്ലേ, കൊള്ളാം കേട്ടോ. അതല്ല, ഷോക്കും കയറ്റിട്ടുണ്ട്. ഷോക്ക് ഏത് വണ്ടിൻ്റെയാണ് കയറ്റിയത്? ഏത് വണ്ടിൻ്റെ കയറ്റിയിരിക്കുന്നത്? ഷോക്ക് ഏതാ കയറ്റിയിരിക്കുന്നത്? സൈസ് സെന്ന് വണ്ടിയല്ലേ? സെന്നിൻ്റെ ഷോക്കാണ് കയറ്റിയിരിക്കുന്നത്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള CNG ഓട്ടോയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സബാൻ്റെ കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ സബാക്കുള്ള ഓട്ടം ഇതേ വന്നിട്ടുണ്ട്. സബാക്ക് ഓട്ടം ആള് കയറിയിട്ടുണ്ട്. ഓട്ടം പോവാ ഓട്ടം. ഇതിപ്പം ബ്ലാക്ക് റെക്സിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഓട്ടോയിൽ. ബാക്കിയെല്ലാം മഞ്ഞ റെക്സിനാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഓട്ടങ്ങളൊന്ന് കാണിച്ചു പോകാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഓടുന്ന വണ്ടി അറിയാമല്ലോ, ഇതിൻ്റെ തന്നെ സെയിം സൈസ് തന്നെയായിരുന്നു ഇത് ഈ വണ്ടി വരുന്നത്. ഇത് അതിൻ്റെ തന്നെ CNG മോഡൽ സുമോദണ്ണൻ്റെ. എന്ത് ചെയ്യുവാണ്ണ? ഉറങ്ങുന്ന? ഇല്ല, ഉറങ്ങിയിട്ടില്ല കേട്ടാ. അണ്ണൻ ഉറങ്ങിയിട്ടില്ല. നമുക്ക് അടുത്ത വണ്ടി ഏതാന്ന് നോക്കാം. അടുത്ത വണ്ടി കാണിച്ചു തരാം. വണ്ടി കെട്ടി അടുത്ത വണ്ടി. ഈ വണ്ടി അവിടെ ഒന്ന് മിണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടല്ലേ? ഇത് വേറൊരു CNG സിമ്പിളായിട്ട് പണിതിട്ടിരിക്കുന്ന. ഇനി അടുത്ത CNG വണ്ടി കാണിച്ചു തരാം. ഇത് കിടന്നുറങ്ങുന്നു. ഇതിൻ്റെ നമുക്ക് ലൈറ്റ് വർക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ മാക്സിമം ഇതാണ് കേട്ടോ ഇവിടത്തേക്കാം. ഇവിടെ എന്ത് വന്നിരിക്കുന്നില്ല. ആണ്ടാ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ലവ് ചിഹ്നവും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫോം കൊള്ളാം. പ്ലെയിൻ അടിക്കുന്നതിനെക്കാട്ടും ഇങ്ങനത്തെ ഇതടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുഷ്യൻ പോലത്തെ. ഏതാ? വണ്ടി കയറ്റിയിടാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും വണ്ടി കയറ്റിയിട്ടെ. വണ്ടി കയറ്റിയിട്ടോ? ഓക്കെ. ഓരോ വണ്ടികൾ ടേണിൽ കയറിക്കൊണ്ടിരിക്കുവാണ്. 3 വണ്ടിയും CNG വണ്ടി തന്നെ. 4ാമത്തെ വണ്ടിയും CNG. ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വരും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ചാക്ക് ഓടുന്ന വണ്ടി. വാടക വണ്ടിയാണ്. പക്ഷെ വാടക വണ്ടിയാണെങ്കിൽ ഇത്ര അടിപൊളി വണ്ടി കിട്ടിയതിന് കൊള്ളാം. സന്തോഷം. നല്ല കിടിലം കിടപ്പാണ് കിടക്കുന്നത്. കണ്ടോ ബാക്കിൻ്റെ ഒക്കെ ലുക്ക് കണ്ടോ. ഇത് കോമൺ ആയിട്ട് ആലപ്പുഴ സ്റ്റൈലിൽ വരുന്നത് ഇങ്ങനെയാണ്. അധികം നെറ്റിക്ക് അധികം പൊക്കമില്ലാത്ത രീതിയിൽ സാധാരണ ഒരു ഷേപ്പിലാണ് വരുന്നത്. നമ്മുടെ എറണാകുളത്തൊക്കെ വരുന്ന മോഡൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. വണ്ടി കേട്ടെ കരിയിടാം. സുമോദണ്ണൻ. ഇനി എൻ്റെ വണ്ടി കൂടെ ഒന്ന് കയറ്റിയിടാം. അങ്ങനെ എല്ലാ വണ്ടിയും കയറ്റി ടേണി ഇട്ടിട്ടുണ്ട്. ഞാനും ഈ വണ്ടിയിൽ നേരെ പുറകെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓഫാക്കാം. വണ്ടി ഓഫാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട്. ഇത് കണ്ടോ, സിമ്പിളായിട്ടാണ് വണ്ടി ഓഫാക്കുന്നത്. നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ തന്നെ വന്ന വണ്ടിയാണ്. ഇതിൻ്റെ ടയർ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത്. ഇതിൻ്റെ ടയറിൻ്റെ കട്ട് ചെയ്യുന്ന സെറ്റപ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ആറാട്ട് വഴിയില്ലല്ലേ? ആറാട്ട് വഴി വന്നല്ലേ? എത്ര കട്ട് ചെയ്തത്? എത്രയാണ്? 950 എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ആപ്പൊക്കെ വരുന്ന ഇത് തന്നെയാണ് വരുന്നത്. കട്ട് ചെയ്യുന്ന എമൗണ്ടാണ് വരുന്നത്. എൻ്റെ വണ്ടിയിൽ ലെഫ്റ്റും റൈറ്റും ബാക്ക് വരുന്നത് ആപ്പേൻ്റെ ടയറാണ് വരുന്നത്. ആപ്പേൻ്റെ ടയർ സൈസുള്ള സാധാ വരുന്നത്. ഈ വണ്ടിക്ക് അറിയാലോ ചെറിയ വീതിക്കും നീളത്തിനും വ്യത്യാസം വരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കട്ടെ. ഫ്രണ്ടിലത് ഫ്രണ്ടിൽ വരുന്നത് ഇതിൻ്റെ സാധാ ടൈപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ സാധാ ടൈപ്പ് ഇവിടെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലായിടം കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ കട്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യം തിരക്കിയപ്പോൾ ഇവിടെ ആലപ്പുഴയിലായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആറാട്ട് വഴിയിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ടുണ്ട്. എന്തായാലും നല്ലത് തന്നെ. ഇത് ടൗണിൽ കിടന്ന് ഓടുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ടൗൺ പെർമിറ്റ് വരുന്നത് 1990. ഗുഡ്. വണ്ടീൻ്റെ ഓണറിനെയും കൂടെ കാണിച്ചേക്കാം. ഇപ്പോൾ ഓടുന്ന ആളെയും കൂടെ കാണിച്ചേക്കാം. ഇത് കണ്ട കൈ പോയിക്കേ. അത് തന്നെ, ഇതാണ് ആള്. വണ്ടിക്ക് ടൗൺ പെർമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആളെയും കൊണ്ട് ഇവിടെ ബീച്ചിൽ വന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ കയറ്റിയിടാം. ഇനി ഇവിടുന്ന് ഈ ഓട്ടം കെട്ടി ഇപ്പം ബസ് സ്റ്റാൻഡ് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ കയറ്റിയിടണമെങ്കിൽ അവിടെ കയറ്റിയിടാം. ഇവിടുത്തെ വണ്ടിക്കാരനല്ല, ടൗണിൽ തന്നെയുള്ള വേറെ സ്റ്റാൻഡുള്ള വണ്ടിയാണ്. അപ്പം ഇന്ന സ്റ്റാൻഡിൽ തന്നെ ഉള്ളതെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. 2-3 വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ കിടന്ന് ഓടണമെന്ന് ഒരു നിർബന്ധമില്ല. ഏത് സ്റ്റാൻഡിലായാലും നമുക്കിട്ട് ഓടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം എടുക്കുന്നത്. വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരുന്നിട്ടല്ല വീഡിയോ എടുക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇന്നത്തെ വിശേഷം കുറച്ച് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. ഓരോ ഓട്ടോറിക്ഷക്കാർ അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത വിശേഷവും അടുത്ത വീഡിയോയിലൂടെ ഓട്ടോറിക്ഷ വിശേഷങ്ങളായിട്ട്
ഉടനെ കാണാൻ ഓക്കെ.